നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അതായത് 5 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങൾ തീർച്ചയായും അത് LDFിൻ്റെ കുത്തക മണ്ഡലങ്ങളാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. 2 മണ്ഡലങ്ങളിൽ എന്തും സംഭവിക്കാം. അവിടെ ഒരു മണ്ഡലത്തിൽ, മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJPയും അതിശക്തമായ ഒരു സാന്നിധ്യമാണ്. ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം പയ്യന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, ഇരിക്കൂർ, പേരാവൂർ, ധർമ്മടം, തലശ്ശേരി തുടങ്ങി 11 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 11 മണ്ഡലങ്ങളിൽ 2 മാത്രമാണ് ഇപ്പോൾ UDF MLAമാരുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഒടുവിൽ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ്, അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലമാണ് പേരാവൂർ. മറ്റൊന്ന് ഇരിക്കൂരാണ്. അവിടെ സജീഫ് ജോസഫാണ് UDFിൻ്റെ നിലവിലെ MLA. മാത്രമല്ല തളിപ്പറമ്പടക്കമുള്ള മണ്ഡലങ്ങളിൽ CPMൻ്റെ മുതിർന്ന നേതാക്കളാണ് വിജയിച്ചു വന്നത്. MV ഗോവിന്ദൻ മാസ്റ്ററുണ്ട്, ധർമ്മടത്ത് പിണറായി വിജയനുണ്ട്, അതേപോലെ KK ശൈലജ ടീച്ചറുണ്ട്. ഇത്തരത്തിൽ അതിശക്തന്മാരായ CPMൻ്റെ നേതാക്കൾ മത്സരിച്ച് വിജയിച്ച ഓരോ മണ്ഡലങ്ങളാണ് കൂടുതലായും കണ്ണൂർ ജില്ലയിലുള്ളത്. അവിടെ 2 സീറ്റുകളിലധികം UDFന് നേടാൻ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ കഴിയുമോ എന്നാണ് ചോദ്യം. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ സാധിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അഴീക്കോട് മണ്ഡലം, അത് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമായിരുന്നു. KM ഷാജി അവിടുത്തെ MLA ആയിരുന്നു. പക്ഷേ ഒരു അട്ടിമറി വിജയത്തിലൂടെ ആ ഒരു സീറ്റ് ഇടതുപക്ഷം പിടിച്ചെടുക്കുകയായിരുന്നു. KV സുമേഷ് അവിടെ നിന്നും മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് KP മോഹനൻ, അതായത് LDFിൻ്റെ ഒരു ഘടകകക്ഷി ആയി മത്സരിച്ച പഴയ ജനതാദൾ നേതാവ് KP മോഹനൻ, അദ്ദേഹം ഇപ്പോൾ MV ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ LDFിനൊപ്പം നിന്നുകൊണ്ടാണ് അവിടെ നിന്നും മത്സരിച്ചത്. ബാക്കി എല്ലാ സീറ്റുകളിലും ബഹുഭൂരിപക്ഷം, നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചത് CPMൻ്റെ സ്ഥാനാർത്ഥികളാണ്. ശൈലജ ടീച്ചറുണ്ട്, MV ഗോവിന്ദൻ മാസ്റ്ററുണ്ട്, വിജിനുണ്ട്. അത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട എന്ന് പറയാവുന്ന ഒരു ജില്ല തന്നെയാണ് കണ്ണൂർ ജില്ല. അതുകൊണ്ട് തന്നെ ഈ 11 സീറ്റുകളിൽ 2 സീറ്റ് UDF നേടിയാൽ പോലും 9 സീറ്റുകളിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത് അങ്ങനെ അല്ലാതെ ആവാനുള്ള അതിഭയങ്കരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് കേരളത്തിൽ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ പോലും രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടകളിൽ ഒരു വിള്ളൽ വീഴ്ത്താനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും K സുധാകരനെ മാറ്റിയതോടുകൂടി കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറി, അത് പ്രധാനമായും കണ്ണൂർ ജില്ലയിലെ ഇത്തരം മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരുപക്ഷെ തൻ്റെ ജില്ലയിൽ കൂടുതൽ UDF MLAമാർ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സണ്ണി ജോസഫ് അതിശക്തമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ ഒരുപക്ഷെ ചില മണ്ഡലങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ അഴീക്കോട് മണ്ഡലം കൈവിട്ടു പോയതാണ് UDFന്. അത്തരം ചില മണ്ഡലങ്ങളിൽ UDF തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഒന്നും പറയാൻ വയ്യ. എന്തായാലും 11 സീറ്റുകളിൽ 9 നേടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഇടതുപക്ഷം കാഴ്ചവെക്കുന്ന ജില്ല തന്നെയാണ് കണ്ണൂർ.